ഷാവോയും ദാലിയും ലൗലോയും കൂടി ബിങ്ഷുവിൻ്റെയും മജിസ്ട്രേറ്റിൻ്റെയും മുന്നിലേക്ക് ചെന്ന് വീഴുന്നത് വരെയായിരുന്നു നമ്മൾ കണ്ടത്. എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഷാവോ വേഗം വാളും എടുത്തുകൊണ്ട് ബിങ്ഷുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ടാനർ അവനെ മിസ് ചെയ്തു, അതുകൊണ്ടാണ് തിരികെ വന്നത് എന്ന് പറയുന്നുണ്ട്. അവളെപ്പോഴാണ് ബിങ്ഷുവിൻ്റെ ആളായത് എന്ന മട്ടിൽ മജിസ്ട്രേറ്റ് അന്തം വിട്ടവളെ നോക്കുന്നുണ്ടോ, ഇത് നേരത്തെ ആ വന്ന തട്ടിപ്പുകാരിയല്ലേ എന്ന് ചോദിക്കുന്നുമുണ്ട്. ഇപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ കുറച്ച് ഭാഗം നാശനഷ്ടം വരുത്തിക്കൊണ്ടാണല്ലോ ഇവർ താഴേക്ക് വീണത്, അതിന് നഷ്ടപരിഹാരം നൽകണം, അതിനെതിരെ കേസെടുക്കും എന്നൊക്കെയും മജിസ്ട്രേറ്റ് പറയുന്നുണ്ട്. പക്ഷേ അയാളുടെ മക്കളെ ഡീമനെ പിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിരുന്നല്ലോ ബിങ്ഷു പറഞ്ഞുകൊണ്ട് നിന്നത്. അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താം, അവർക്ക് പകരം താൻ ഇരയായി നിന്നോളാമെന്ന് ഷാവോ പറഞ്ഞതോടെ അയാൾ പിന്നെ അവൾക്കെതിരെ ഒരു കേസും ചാർജ് ചെയ്യുന്നില്ല, സന്തോഷത്തോടെ അവളെ വെൽക്കം ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ആ ഡീമനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷാവോ തനിച്ച് ആ തെരുവിലൂടെ ഇറങ്ങി നടക്കുന്നു. അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ബിൽഡിങ്ങിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ബിങ്ഷുവും അവൻ്റെ ആൾക്കാരും പതുങ്ങി നിൽപ്പുണ്ട്. പക്ഷെ കുറേ നേരം അവൾ തനിച്ച് അതുവഴി നടന്നിട്ടൊന്നും ആരും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരോട് കുറച്ച് പുറയിലേക്ക് മാറി നിൽക്കാൻ അവൾ സിഗ്നൽ നൽകുന്നു. അങ്ങനെ അവരെല്ലാം കുറച്ച് പുറയിലേക്ക് മാറുന്നുണ്ട്. ഈ സമയത്ത് അവിടെയൊക്കെ ഒരു പ്രത്യേകതരം മഞ്ഞ് വ്യാപിക്കുന്നു. ആരോ തൻ്റെ മുന്നിലൂടെയും പുറയിലൂടെയും ഒക്കെ ഓടിപ്പോകുന്നത് പോലെ ഷാവോയ്ക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ ഏതോ ഒരു ഡീമൻ അടുത്ത് വന്നതിൻ്റെ സിഗ്നൽ ബിങ്ഷുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡീമൻ ഡിറ്റക്ടർ അവർക്ക് നൽകുന്നു. അവർ അതിലേക്ക് നോക്കിയിട്ട് മുഖമുയർത്തിയപ്പോഴേക്കും ഷാവോയെ അവിടെ നിന്നെടുത്ത് കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ ബിങ്ഷു അവളെ അന്വേഷിച്ച് വേഗം തന്നെ പുറപ്പെടുന്നു. അവൻ്റെ കൂട്ടരും പുറകെ ചെല്ലുന്നുണ്ട്. ഷാവോ ആ മഞ്ഞിന് പിന്നാലെ പോയി ഒരു കാട്ടിലെത്തിപ്പെടുന്നു. അവിടെ ഒരു അരുവിയുടെ അടുത്ത് ഒരു ചെറിയ ബോട്ട് കിടപ്പുണ്ടായിരുന്നു. മറ്റൊരു ബോട്ടിൽ അവൾ തേടി വന്നയാൾ കുറേ ദൂരത്തു കൂടി പോകുന്നത് കണ്ട് അവളും ആ ബോട്ടിൽ കയറി അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ബിങ്ഷുവും കൂട്ടരും അവിടെ എത്തിയപ്പോഴേക്കും ഷാവോ കുറേ ദൂരം പോയി കഴിഞ്ഞിരുന്നു. അവളോട് നിൽക്കാനും തിരിച്ചു വരാനും ഒക്കെ അവൻ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്നത് പോലുമില്ല. അങ്ങനെ ബിങ്ഷുവിനും അവളെ ഫോളോ ചെയ്യേണ്ടി വരുന്നു. നോക്കിയപ്പോൾ അവിടെ അടുത്ത് ഒരു ചെറിയ ചങ്ങാടം കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അവൻ മാത്രം അതിൽ ചാടി കയറി അവൾക്ക് പിന്നാലെ പോകുന്നു. എങ്ങനെയെങ്കിലും ബോട്ടുകളൊക്കെ സംഘടിപ്പിച്ച് തന്നെ ഫോളോ ചെയ്ത് വേഗം എത്താൻ ബാക്കിയുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടാണ് അവൻ പോയത്. പക്ഷേ അവൻ്റെ അസിസ്റ്റൻറ്റിന് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അവൻ കൂടെയുള്ളവരോട് ധൃതി പിടിച്ച് ബോട്ടൊന്നും തപ്പി പിടിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് സമയമെടുത്ത് പതുക്കെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ഷാവോ ബോട്ടിൽ ആ റിവറിൻ്റെ മറു സൈഡിലെത്തുന്നുണ്ട്. അവിടെയും ആ മഞ്ഞ് നല്ലോണം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പതിയെ ആ കാട്ടിലേക്ക് ഇറങ്ങുന്നു. അതിനുള്ളിൽ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരിടത്ത് ഹോങ്ങിയെ നിൽക്കുന്നതായി അവൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. അവളെ കണ്ടപ്പോൾ അവൻ എന്തോ മാജിക് പ്രയോഗിച്ച് ചെറുതായിട്ട് മഞ്ഞ് പെയ്ക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അവളാകെ എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ്. ബിങ്ഷുവും അവളെ ഫോളോ ചെയ്ത് ഈ കാട്ടിലെത്തിയിരുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ അവനാകെ കൺഫ്യൂഷനായി നിൽക്കുന്നുണ്ട്. ടാനറോട് അവൻ വഴി ചോദിക്കുന്നു. പക്ഷേ രണ്ട് സൈഡിലേക്കും ടാനർ സിഗ്നൽ നൽകുന്നുണ്ട്. എന്താണ് അവൾ അങ്ങനെ പറയുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. എന്തായാലും അവസാനം അവൻ ഒരു വഴിയിലൂടെ പോകാമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ മറുവശത്ത് നിന്ന് ഷാവോ അവനെ വിളിച്ചിട്ട് ഇതിലേ വരാൻ പറയുന്നു. അങ്ങനെ അവൻ അവളെ ഫോളോ ചെയ്ത് ആ വഴിക്ക് പോകുന്നുണ്ട്. പക്ഷേ അത് ശരിക്കുള്ള ഷാവോ ആണെന്ന് തോന്നുന്നില്ല. കാരണം അവൾ ഹോങ്ങയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഹോങ്ങെ അവളുടെ അടുത്തേക്ക് എന്നിട്ട് ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നറിയാമോ? നീ ഡീമൻ വാലിയിൽ നിന്ന് പോയതിൽ പിന്നെ നീ എപ്പോഴാണ് തിരികെ വരുന്നതെന്ന് ഓർത്ത് ഞാൻ അന്ന് മുതൽ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ റൊമാൻറ്റിക്കായിട്ട് അവളോട് സംസാരിക്കുന്നു. ഷാവോ ആദ്യം ഒന്ന് അമ്പരക്കുന്നു. ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ട് പോകുന്നുണ്ട്. ആദ്യം മുതലേ അവളോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു, ഇത് തുറന്ന് പറയാൻ സാധിച്ചിട്ടില്ല, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവനിങ്ങനെ ഇഷ്ടം തുറന്ന് പറഞ്ഞതോടെ ഷാവോയും അവളുടെ മനസ്സിലുണ്ടായിരുന്ന ഇഷ്ടം തുറന്ന് പറയുന്നുണ്ട്. ശരിക്കും അവൾക്ക് അവനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. പക്ഷേ അവൻ്റെ സ്വഭാവം വെച്ചിട്ട് അവൾ ഇതുവരെ പറയാതിരുന്നതാണ്. ഇപ്പോൾ അവൻ തന്നെ ഇങ്ങനെ മുൻകൈ എടുത്ത് പറയുന്ന സ്ഥിതിക്ക് അവൾ അത് തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹോങ്ങി സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ഷാവോയും നല്ല സന്തോഷത്തിൽ അവനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇനി ഒരിക്കലും നമ്മൾ പിരിയാൻ പാടില്ല എന്ന് നമ്മൾ ഒരുമിച്ചുണ്ടാവണം. പക്ഷേ അതിന് എനിക്കൊരു കണ്ടീഷനുണ്ട്, നീ കംപ്ലീറ്റ് ആയിട്ടൊരു ഡീമനായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ട് നീ മനുഷ്യൻ്റെ ബ്ലഡ് കുടിച്ചേ പറ്റുകയുള്ളൂ, എന്നാലേ നിനക്ക് കൂടുതൽ സ്ട്രോങ് ആവാൻ പറ്റുകയുള്ളൂ. പിന്നെ ഒരിക്കലും നീ മനുഷ്യരുടെ അടുത്തേക്ക് തിരികെ പോകാനും പാടില്ല എന്ന് അവൻ പറഞ്ഞത്. അത് കേട്ടതോടെ ഷാവോ പേടിച്ച് അവൻ്റെ പിടുത്തം വിട്ട് മാറി നിൽക്കുന്നുണ്ട്. ബിങ്ഷു ഈ സമയം ഷാവോയെ ഫോളോ ചെയ്ത് കുറേ ദൂരം പോകുന്നെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവളെ കാണാതാവുന്നു. എന്നിട്ട് അവനവിടെ കൺഫ്യൂഷനായി നിൽക്കുന്ന സമയത്ത് മറ്റൊരു ഭാഗത്തൂടെ അവൾ പോകുന്നതുകൊണ്ട് അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവസാനം ടാനറെ അവൻ കണ്ട സമയത്ത് അവൾ ധരിച്ചിരുന്ന ഡ്രസ്സൊക്കെ അവിടെ അടുത്ത് വീണ് കിടക്കുന്നത് കാണുന്നു. അവിടെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ അന്ന് ടാനറുടെ മരണത്തിന് കാരണമായ ആ ഡീമനിക് ട്രീയുടെ വേരുകളിൽ ടാനർ കുടുങ്ങിക്കിടക്കുന്ന അതേ അവസ്ഥ അവൻ വീണ്ടും കൺമുന്നിൽ കാണുന്നുണ്ട്. ഹോങ്ങെ തന്നോടൊരു ഡീമൻ ആവണമെന്നൊക്കെ പറഞ്ഞതോടെ ഷാവോ ആകെ പേടിച്ചു പോകുന്നുണ്ടല്ലോ. നീയാണോ ശരിക്കും ആ പെൺകുട്ടികളെയൊക്കെ കൊന്നത് എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ തന്നെയാണ് അവരെയൊക്കെ കൊന്നത്, നീ ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിനക്കും അവരെ പോലെ ആ വെള്ളത്തിനടിയിലേക്ക് പോവേണ്ടി വരും എന്നൊക്കെ അവൻ അവളോട് പറയുന്നു. അതോടെ അത് ശരിക്കുള്ള ഹോങ്ങി അല്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. നീ ആരാണ്, നീ ശരിക്കുള്ള ഹോങ്ങി അല്ല, അവനിങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പേടിച്ചോടാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ മറുവശത്തൂടി അവൻ അവളുടെ മുന്നിലെത്തിയിട്ട് നീ എത്ര ഓടിയിട്ട് ഒരു കാര്യമില്ല, നിനക്ക് ഒരു ഡീമനായി മാറുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഷാവോ വീണ്ടും തിരിഞ്ഞോടിയിട്ട് ഒരു മരത്തിൻ്റെ വീട്ടിൽ ചെന്നിരുന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ പെൻഡൻ്റ് എടുത്തിട്ട് ശരിക്കുള്ള ഹോങ്ങിയെ സമൺ ചെയ്യുന്നു. അവൻ ആ കാട്ടിലൊരിടത്ത് എത്തുന്നുണ്ട്.
പക്ഷെ അവൻ്റെ മുന്നിലേക്ക് പ്രിൻസസ് നിങ്ങാൻ എത്തുന്നു. അവളെ കണ്ടതും ഹോങ്ങിയെ മുഖം തിരിക്കുന്നുണ്ട്. അവൻ അവളോട് വെറുപ്പും ദേഷ്യവും ഒക്കെയാണ്. പക്ഷേ പ്രിൻസസ് അവൻ്റെ അടുത്തേക്ക് എന്നിട്ട്, നീ എന്താണ് എന്നെ കണ്ടപ്പോൾ മുഖം തിരിച്ചത്? നിനക്ക് എന്നെ പേടിയാണോ? നീ ഒരിക്കൽ എന്നെ വളരെ ഇഷ്ടമാണ്, നീ എൻ്റെ ജീവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവൻ ഇപ്പോൾ എനിക്ക് തരാൻ പറഞ്ഞ് അവൾ ഒരു വാൾ കയ്യിലെടുത്ത് അവനെ കുത്താനൊരുങ്ങുന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീരൊക്കെ പൊഴിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ അവളിങ്ങനെ വാളെടുത്തു കഴിഞ്ഞപ്പോൾ അവൻ എന്തോ മാജിക്ക് പ്രയോഗിക്കുന്നു. അതോടെ അവൾ അപ്രത്യക്ഷമാവുന്നുണ്ട്. ശരിക്കും അതൊരു ഇല്യൂഷനായിരുന്നു. അതിനുശേഷം അവൻ വീണ്ടും ഷാവോ അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. ബിങ്ഷു ഈ സമയം അവൻ്റെ മുന്നിൽ കണ്ട ടാനറെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ മരവുമായിട്ട് ഫൈറ്റിലായിരുന്നു. പക്ഷേ കുറേ നേരം ഫൈറ്റ് ചെയ്ത് അവനാകെ തളർന്നു. അങ്ങനെ തളർന്ന് അവൻ താഴേക്ക് ഇരുന്നപ്പോഴാണ് അവൻ്റെ അസിസ്റ്റൻറ്റും കൂട്ടരും അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. അവരെ കണ്ടപ്പോൾ അത് ഒറിജിനലാണോ ഫേക്കാണോ എന്നറിയാതെ അവൻ അവർക്ക് നേരെയും വാളുമായിട്ട് ചെല്ലുന്നുണ്ട്. അവർ ഒറിജിനലാണ് എന്നറിഞ്ഞപ്പോഴാണ് അവൻ പിന്മാറിയത്. ഈ സ്ഥലം ഒട്ടും സേഫല്ല, അതുകൊണ്ട് നിങ്ങൾ കൂടി ഇതിനുള്ളിലേക്ക് അകപ്പെടാതെ വേഗം പുറത്തു പോകാൻ പറഞ്ഞ് അവൻ അവരെ പുറത്തേക്ക് അയക്കുന്നു. അവരുടെ കൂടെ അവനും പതുക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. പേടിച്ച് വിറച്ച് ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്ന ഷാവോയെ ഹോങ്ങിയെ ഈ സമയം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ അവനെ കണ്ടപ്പോൾ അത് ഒറിജിനലാണോ ഫേക്കാണോ എന്നറിയാതെ അവൾ പേടിക്കുന്നു. ഞാൻ ഒറിജിനൽ ഹോങ്ങി തന്നെയാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിക്കുന്നു. എന്നിട്ടും ഷാവോയ്ക്ക് വിശ്വാസം വരുന്നില്ല. അവൻ വിശ്വാസം വരാൻ വേണ്ടി അവർക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോഴാണ് ഷാവോയ്ക്ക് ആശ്വാസമായത്. അവൻ ഒറിജിനലാണ് എന്നറിഞ്ഞതോടെ അവൾ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങുന്നുണ്ട്. അവളുടെ കണ്ണീര് വീണ് ഡ്രസ്സൊക്കെ നനഞ്ഞു തുടങ്ങിയപ്പോൾ, ഇത് നീ എനിക്ക് വാങ്ങിത്തന്ന ഡ്രസ്സല്ലേ, എന്നിട്ട് നീ തന്നെ നശിപ്പിക്കുകയാണോ എന്നവൻ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതേപോലെ എത്ര എണ്ണം വേണമെങ്കിലും വാങ്ങിത്തരാമെന്ന് അവൾ പറയുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവളൊന്ന് ശാന്തമാവുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ആ ഫോറസ്റ്റിനെ പറ്റിയൊക്കെ അവൻ പറയുന്നത്. മിസ്റ്റി ഫോറസ്റ്റ് എന്നാണ് അതറിയപ്പെടുന്നത്. അതിനുള്ളിൽ എത്തിപ്പെടുന്നവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ അടക്കി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളായിരിക്കും അവർ അവിടെ കാണുക. ആഗ്രഹങ്ങൾക്കുള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പ്രയാസമാണ് എന്നൊക്കെ അവൻ പറയുന്നു. കുറച്ച് മുമ്പ് അവനെ കണ്ടതും അവൻ ഇഷ്ടമാണെന്നോ പറഞ്ഞതുമൊക്കെയാണ് അപ്പോൾ ഷാവോയുടെ മനസ്സിലേക്ക് വന്നത്. അതൊക്കെ തൻ്റെ മനസ്സിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ തന്നെ അമ്പരക്കുന്നു. അവളുടെ മുഖത്തെ ഭാവം കണ്ടിട്ട് എന്താണ് അവൾ കണ്ടതെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. അവൻ എന്താണ് കണ്ടതെന്ന് അവൾ ചോദിച്ചപ്പോൾ അവനും സത്യം പറയാതെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ബിങ്ഷുവും അവൻ്റെ കൂടെയുള്ള സൈനികരും സേഫായിട്ട് ആ ഫോറസ്റ്റിനുള്ളിൽ നിന്ന് പുറത്തെത്തുന്നുണ്ട്. വീണ്ടും അതിനുള്ളിലേക്ക് കയറി ഷാവോയെ അന്വേഷിക്കുന്നത് വലിയ റിസ്ക് ആയതുകൊണ്ട് തന്നെ തൽക്കാലം പിന്തിരിയാൻ തന്നെയാണ് ബിങ്ഷു തീരുമാനിക്കുന്നത്. ഹോങ്ങിയും ഷാവോയും കൂടി ഈ സമയം അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാനായി ഇറങ്ങി പുറപ്പെട്ടിരുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഒരു പൂച്ചക്കുട്ടി അവർക്കരികിലേക്ക് ഓടി വരുന്നു. അതെങ്ങനെയാണ് കാട്ടിലെത്തിയെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവൾ അതിനെ കയ്യിലെടുത്തപ്പോഴാണ് അതിന് പിന്നാലെ മുമ്പ് ഒരു തവണ കാണിച്ച അയൺ ഹാൻഡുള്ള അയാൾ അങ്ങോട്ടേക്ക് വന്നത്. ആ അയൺമാനെ കണ്ടതോടെ ഹോങ്ങി അയാളുമായി ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു. അയാളും തിരിച്ച് ഫൈറ്റിനുള്ള തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ സമയത്താണ് യുൻയി അവളുടെ പൂച്ചയുടെ പേരും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് തപ്പി തടഞ്ഞു വന്നത്. അവൾ വരുന്ന അറിഞ്ഞപ്പോൾ അയാൾ ഫൈറ്റ് മതിയാക്കി തൻ്റെ കൈകൾ പിൻവലിക്കുന്നുണ്ട്. അതോടെ ഹോങ്ങിയെയും അടങ്ങുന്നു. ആ പെൺകുട്ടി അവിടേക്ക് വന്ന് പൂച്ചയെ വിളിച്ചപ്പോൾ അത് ഓടിച്ചെന്ന് അവളുടെ കയ്യിലേക്ക് കയറുന്നു. അതിനെയും എടുത്തുകൊണ്ട് തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഒരാൾ നിൽക്കുന്ന അവൾ അറിഞ്ഞത്. തൊട്ടു നോക്കിയപ്പോൾ അത് ആരാണ് എന്ന് മനസ്സിലായി. അയാളെ, ആലി നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അതോടെ യുനിയെയും കൊണ്ട് ആലി അകത്തേക്ക് പോകുന്നു. ഇവരോട് തിരികെ പോകാൻ കൈകൊണ്ട് സിഗ്നൽ നൽകിയിട്ടാണ് അവൻ പോയത്. സിംഹ സെക്ലീഡറിൻ്റെ മകൾ യുനിയാണ് അതെന്ന് ഷാവോയ്ക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവളോട് സംസാരിച്ചാൽ കൊള്ളാമെന്നുള്ള ഉദ്ദേശത്തോടെ ഷാവോ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹോങ്ങി അവളെ തടഞ്ഞ് അവിടെ നിന്ന് തിരികെ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയാണ്. എന്നിട്ട് അവളോടൊന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ നീ എന്താണ് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ച് ഷാവോ അവനുമായി വഴക്കുണ്ടാക്കുന്നുണ്ട്. ഈ കാട്ടിനുള്ളിൽ നിന്ന് നീ തന്നെ ജീവനോടെ പുറത്തിറങ്ങാൻ സാധിക്കുന്നത് ഭാഗ്യമാണ്. അപ്പോഴാണ് നീ ഇനി അവളെ കൂടി രക്ഷപ്പെടുത്താൻ പോകുന്നത് എന്ന് ഹോങ്ങെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് മനുഷ്യനാണോ ഡീമനാണോ എന്ന് അവൾ ചോദിക്കുന്നു. അക്കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. എന്തായാലും അവൻ മനുഷ്യനല്ല ഡീമനും ആണെന്ന് തോന്നുന്നില്ല. മറ്റൊരു പ്രത്യേകതരം ഓറയാണ് എനിക്ക് അവൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. എനിക്ക് ശരിക്കും അവൻ ആരാണെന്ന് മനസ്സിലായില്ല എന്ന് ഹോങ്ങിയെ പറയുന്നുണ്ട്. ഹോങ്ങി എന്തായാലും ആ വിഷയം അവസാനിപ്പിച്ചിട്ട് ദാലിയും ലവ്ലോയും എവിടെയെന്ന് അന്വേഷിക്കുന്നു. അവർ മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിലാണെന്ന് അറിഞ്ഞപ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണോ നീ ഇപ്പോൾ ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൻ ചോദിക്കുന്നു. പക്ഷേ അതിന് മറുപടി പറയാതെ അവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നു. അത്രയും നേരം അവിടെ കുത്തിയിരിക്കുകയായിരുന്നതിനാൽ അവളുടെ കാല് മരവിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഒന്ന് വീഴാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നേരെയായിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടാണ് അവൾ പറഞ്ഞത്, അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല. അവിടെ 6 പെൺകുട്ടികൾ അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു. അതിനെല്ലാം പിന്നിൽ നീയാണെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. എനിക്കിതിൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ശരിക്കും അതിന് പിന്നിൽ ആരാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അന്വേഷിച്ചിറങ്ങിയതെന്ന് അവൾ പറയുന്നു. അത് കേട്ടപ്പോൾ ഹോങ്ങിയുടെ ദേഷ്യവും പിണക്കവും എല്ലാം മാറുന്നുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് എന്ന് അവളെ തോളിലെടുത്തിട്ട് തൻ്റെ ഒപ്പം തിരികെ ഡീമൻസ് വാലിയിലേക്ക് വരാൻ പറയുന്നു. അപ്പോൾ പിന്നെ ദാലിയെയും ലവ്ലോവിനെയും രക്ഷപ്പെടുത്തണ്ടേന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അത് നിന്നെ സേഫായി അവിടെ കൊണ്ട് വിട്ടിട്ട് ഞാൻ പോയി രക്ഷപ്പെടുത്തിക്കോളാം. അപ്പോൾ പിന്നെ ആ വാളിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അവൾ ചോദിച്ചപ്പോൾ ശരിക്കും ഷാമി അങ്ങനെ ഒരു കാര്യം അവിടെ എടുത്തിട്ടത് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനൊരു ചാൻസ് ഉണ്ടാക്കി തരാൻ ഞാൻ പറഞ്ഞിട്ടാണ്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി അഥവാ ഹേവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ
പരിക്കൊക്കെ ഭേദമായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഡീമൻ വാലിയിൽ നിന്ന് ബാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൻ അവളെ കൊണ്ട് തിരികെ പോകുന്നുണ്ട്. പിന്നെ ബാബുവിനോട് പിണക്കമൊന്നും കാണിക്കരുത്, അവൻ ഇപ്പോഴും തീരെ ചെറുപ്പമാണ്, കാര്യങ്ങളൊന്നും അവൻ അറിയില്ല, അതുകൊണ്ടാണ് അന്ന് അവൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചത്, അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നുകൂടി അവൻ പറയുന്നുണ്ട്. തിരികെ ബോട്ടിൽ ആ റിവറിൻ്റെ മറുവശത്തേക്ക് പോകുന്ന സമയത്ത് അവൻ നൽകിയ ജെയ്ഡ് പെൻഡന്റ് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അത് വെള്ളത്തിനടിയിൽ വർക്ക് ചെയ്യില്ലേ എന്ന് അവൾ ചോദിച്ചത്. മുമ്പ് താൻ വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയ സമയത്ത് അവനാണോ രക്ഷപ്പെടുത്തിയതെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ ഇത് ചോദിക്കുന്നത്. താനെന്നവിടെ വന്നിരുന്നുവെന്ന് ഹോങ്ങിയെ സമ്മതിക്കുന്നുണ്ട്. അതറിഞ്ഞപ്പോൾ ഷാവോയ്ക്ക് ശരിക്കും സന്തോഷമാവുന്നു. അവനാണെന്ന് തന്നെ രക്ഷപ്പെടുത്തിയതെന്ന് അവൾക്കിപ്പോഴാണല്ലോ ഉറപ്പാവുന്നത്. ഞാൻ വന്നതുപോലെ തന്നെ ആ വാൾ ഫെയ്യു ഗാർഡ്സിനെയും അവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അതുകൊണ്ട് വെറുതെ ഒരു ഫൈറ്റ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ നിന്നെ അന്ന് ബിങ്ഷുവിൻ്റെ അടുത്തേക്ക് അയച്ചത് എന്നവൻ അറിയിക്കുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം രാത്രി ബാത്ടബിൽ ഇരുന്നുകൊണ്ട് അവനെ വിളിച്ച കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ സമയത്തും അവൻ വന്നിരുന്നുവെന്ന് അവൾ ചോദിക്കുന്നു. അതിന് മറുപടി പറയാതെ അവൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതോടെ അവൻ വന്നുവെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. കുളിച്ചുകൊണ്ടിരുന്ന സമയത്താണല്ലോ വന്നത്, അതുകൊണ്ട് ആ രീതിയിൽ അവൻ കണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് അവൾ ചോദിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അവൻ മറുപടി പറയുന്നുണ്ട്. അതോടെ അവൻ കണ്ടോ എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഞാൻ നിന്നെ കണ്ടില്ല, ബാത്ടബ് മാത്രമേ കണ്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുന്നിലേക്ക് വരാതെ ഒഴിമാറി പോയത് എന്നൊക്കെ ഹോങ്ങി പറയുന്നു. ആദ്യം ഷാവു ചെറിയ പിണക്കമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പിന്നെ അതൊക്കെ മാറി അവൾ ആ വെള്ളം അവൻ്റെ മുഖത്തേക്ക് കോരി ഒഴിക്കാൻ തുടങ്ങുന്നു. അവന് തിരിച്ച് അതേപോലെ അവൾക്കൊപ്പം കളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി കളിച്ച് ചിരിച്ച് രസിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് നേരെ കുറേ അമ്പുകൾ പാഞ്ഞു വന്നത്. ഹോങ്ങി പെട്ടെന്ന് റിയാക്ട് ചെയ്തതുകൊണ്ട് ആപത്തൊന്നും സംഭവിക്കുന്നില്ല. പിന്നീട് നോക്കിയപ്പോഴാണ് ഫെയ്യു ഗാർഡ്സ് 3-4 ബോട്ടുകളിലായിട്ട് അവരെ വളഞ്ഞിരിക്കുന്നത് കാണുന്നത്. ബിങ്ഷു അവരുടെ തലവനായിട്ട് കൂട്ടത്തിലുണ്ട്. എന്നിട്ട് ഷാവോയോട് അവളിങ്ങനെ ഹോങ്ങിയെ അവിടെ വരുത്തിച്ച് തന്നതിന് നന്ദി പറയുന്നു. ഇനി അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞു, അതുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടിയാൽ അവളെ രക്ഷപ്പെടുത്താം, അവനെ കീഴടക്കാൻ പോവുകയാണ് എന്ന് അവൻ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഹോങ്ങി ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അവനല്ല പെൺകുട്ടികളുടെ മരണത്തിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് ഷാവോ അവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയാണ്. ബിങ്ഷുവിൻ്റെ അസിസ്റ്റൻറ്റ് അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരോട് അപ്പോഴേക്കും വീണ്ടും അമ്പ ചെയ്യാൻ പറയുന്നു. ബിങ്ഷു എതിർത്തിട്ട് പോലും അവർ അമ്പ ചെയ്യുന്നുണ്ട്. ഹോങ്ങിയെ വീണ്ടും എന്തോ മാജിക് പ്രയോഗിക്കുന്നതിനാൽ അവർക്ക് ആപത്തൊന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല അവൻ തിരിച്ച് അവരെ ശക്തമായി നേരിടുകയും ചെയ്യുന്നു. അവന് കുറച്ച് പേരൊക്കെ വെള്ളത്തിലേക്ക് വീഴുകയും മറ്റും ചെയ്യുന്നുണ്ട്. അതോടെ ബിങ്ഷു ചാടി ഇവരുടെ ബോട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ ഫൈറ്റ് ആവുമെന്ന് തോന്നുമ്പോൾ ഷാവോ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബിങ്ഷു വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. 100 വർഷങ്ങൾക്ക് മുമ്പ് പ്രിൻസസ് നിങ്ങാന്റെ മരണത്തിന് പിന്നിലും അന്ന് കൊട്ടാരത്തിൽ നടന്ന കൂട്ടക്കളിക്ക് പിന്നിലും ഇവനാണ് എന്ന് പറഞ്ഞ് ബിങ്ഷു അവനെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഹോങ്ങി ശരിക്കും ദേഷ്യം വന്നുകൊണ്ട് അങ്ങനെ അവനുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഇത് കൂടുതൽ മുന്നോട്ട് പോകാൻ ടാനർ സമ്മതിക്കുന്നില്ല. കാരണം ബിങ്ഷു ടാനർ ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ അവൾ അനങ്ങാതെ നിൽക്കുന്നതേ ഉള്ളൂ. അവന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇങ്ങനെ ടാനറും എതിർക്കുന്നു. അതേപോലെ തന്നെ ഷാവുയും ഹോങ്ങിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിങ്ഷു തൽക്കാലം തിരികെ പോകുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരോടും അവിടെ നിന്ന് തിരികെ പോകാമെന്ന് പറയുന്നു. അസിസ്റ്റന്റ് അല്ലെങ്കിൽ തന്നെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. ബിങ്ഷു ഓർഡർ നൽകിയതോടെ അയാൾ സന്തോഷത്തോടെ ബാക്കിയുള്ളവരെയും കൂട്ടി തിരികെ പോകുന്നുണ്ട്. തിരിച്ച് കരയിലെത്തി കഴിഞ്ഞപ്പോൾ തൽക്കാലം ഈ സംഭവത്തെക്കുറിച്ച് മറ്റാരോടും പറയണ്ട എന്ന് അവൻ അയാൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പോഴും അവൻ്റെ ചിന്ത ടാനർ എന്താണ് ഹോങ്ങിയെ ആക്രമിക്കാനായി തനിക്കൊപ്പം നിൽക്കാതിരുന്നതെന്നാണ്. അവൻ ശരിക്കും ദുഷ്ടനല്ല എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവൻ ടാനറോടായി ചോദിക്കുന്നു. അതിന് മറുപടി എന്നോണം അവൾ പെട്ടെന്ന് അതിൻ്റെ ഉറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഹോങ്ങി ഒരു ദുഷ്ടനല്ല എന്നാണ് അവളും വിശ്വസിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പ്രിൻസസ് നിങ്ങാൻ്റെ മരണത്തെക്കുറിച്ച് ഷാവുയും ഹോങ്ങിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി എന്നോടൊന്നും ചോദിക്കരുതെന്ന് അവൻ പറയുന്നു. എന്നെ കാണാൻ അവളെപ്പോലെ വളരെ സാദൃശ്യമുള്ളതുകൊണ്ടായിരിക്കണമല്ലോ നീ എന്ന് കണ്ണു തുറന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവളാണ് എന്ന് തെറ്റിദ്ധരിച്ചത്. എന്നോട് നീ കാണിക്കുന്ന ഈ അടുപ്പവും എനിക്ക് അവളുമായിട്ടുള്ള ഈ രൂപസാദൃശ്യം കാരണമാണോ എന്ന് ഷാവോ ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. അതിന് ഹോങ്ങി ആദ്യം മറുപടി പറയുന്നില്ല. അവനിങ്ങനെ ഒന്നും പറയാതെ നിന്നപ്പോൾ ശരിക്കും തനിക്ക് നിങ്ങാനുമായിട്ടുള്ള രൂപസാദൃശ്യം കൊണ്ടാണ് അവൻ നല്ല രീതിയിൽ തന്നോട് പെരുമാറുന്നതെന്ന് ഷാവോ ഉറപ്പിക്കുന്നു. അതോടെ അവൾ വിഷമത്തോടെ അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നുണ്ട്. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ അവന് വിഷമമാവുന്നു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആദ്യമൊക്കെ ഞാൻ നിന്നോട് അടുപ്പം കാണിച്ചത് നീ സേഫായിട്ടിരിക്കണമെന്ന് ആഗ്രഹിച്ചതും നിങ്ങാൻ്റെ രൂപസാദൃശ്യം നിനക്കുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ പിന്നീട് നിന്നെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അല്ലാതെ തന്നെ നിന്നോട് നല്ല അടുപ്പം തോന്നി എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ ഷാവുയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ ഐഡൻറ്റിറ്റിയിൽ അങ്ങനെ മുൻപ് പിന്നെ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ആകെ ഒരൊറ്റ ഐഡൻറ്റിറ്റി ഉള്ളൂ ഷാവോ എന്നാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞെന്ന് കരയുന്നുണ്ട്. പിന്നെ കണ്ണീരൊക്കെ തുടച്ചിട്ട് നീ എന്നോട് ഈ സൗഹൃദം കാണിച്ചതൊക്കെ എനിക്ക് പ്രിൻസസ് നിങ്ങാൻ്റെ രൂപസാദൃശ്യം ഉള്ളതുകൊണ്ടാണ് എന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അറിഞ്ഞുകൊണ്ട് ഞാനത് സ്വീകരിച്ചത് എന്ന് അവനോട് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ആകെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, നിന്നെ ഞാൻ ഉണർത്തിയല്ലോ എന്നൊക്കെ അവൻ നൽകിയ ആ ജെയ്ഡ് പെൻഡന്റ് കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. അവൾക്ക് അക്കാര്യത്തിൽ ഇത്ര വിഷമമുണ്ടെങ്കിൽ അതിങ്ങ് തിരികെ തന്നേക്കാൻ പറഞ്ഞ് ഹോങ്ങിയെ അത് അവളുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിയിട്ട് അവിടെ വന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. ഷാവോ കുറേ സമയം അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അവനിങ്ങനെ അവളെ ഡീമൻ വാലിയിലേക്ക് കൊണ്ടുപോകാതെ പോയതുകൊണ്ട് തന്നെ അവൾ തിരികെ സിറ്റിയിലേക്കാണ് പോയത്. അവനെ കുറേ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അവൾ വഴിയിലൂടെ നടക്കുന്നത്. ഈ സമയത്താണ് കുറേ ആൾക്കാർ വെപ്രാളപ്പെട്ട് മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിൽ ഏതോ ഡീമൻസിനെ പിടികൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് അവൾ കേൾക്കാനിടയാവുന്നത്. അപ്പോഴാണ് ദാലിയെയും ലൗലയെയും പറ്റി അവൾക്ക് ഓർമ്മ വരുന്നത്. അവരുടെ കാര്യമാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കി അവൾ വേഗം അങ്ങോട്ടേക്ക് ഓടുന്നു. ഈ സമയം മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ സമയം മജിസ്ട്രേറ്റ് ഓഫീസിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാലിയും ലൗലോയും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം എങ്ങനെയോ ജിൻമൂഷി അറിഞ്ഞു. അയാളുടെ ആൾക്കാരെയും കൂട്ടി അവിടെ വന്ന് വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡീമൻസിൽ നിന്ന് മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിൽ തന്നെ ഡീമൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ബഹളം വയ്ക്കുന്നത്. ഈ ഡാലിയെയും ലൗലോയും കൊല്ലാനായി അയാൾ ആയുധമെടുക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ബിങ്ഷുവും അവൻ്റെ ആൾക്കാരും കൂടി അങ്ങോട്ടെത്തി ഇവരെ തടയുന്നുണ്ട്. പക്ഷേ ബിങ്ഷുവിനോടും അവർ എതിർത്ത് നിൽക്കുന്നു. തൻ്റെ മകളുടെ മിസ്സിങ്ങിനെ പറ്റി ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഇവരെ കൊല്ലാനായിട്ട് അവർ വീണ്ടും തയ്യാറെടുക്കുന്നു. അപ്പോഴേക്കും ഷാവു അങ്ങോട്ടേക്ക് ഓടിയെത്തിയിട്ട് അവരെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നുണ്ട്. അവൾ വന്ന് ഇവർക്ക് വേണ്ടി വാദിച്ചതോടെ ജിൻമൂഷി അവൾക്ക് നേരെ തിരിയുന്നു. അവൾക്ക് ഡീമണിക് ഓറ നന്നായിട്ടുണ്ട്, പിന്നെ അവൾ ഡീമൻസിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവളാണ് ആദ്യം മരിക്കേണ്ടതെന്ന് പറഞ്ഞ് അയാൾ അവളെ ഉപദ്രവിക്കാനായി തുടങ്ങുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ബിങ്ഷു ചാടി വീണ് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ഫെയ്യു ഗാർഡ്സും അയാളുടെ സൈനികരും തമ്മിൽ ഫൈറ്റ് ആവും എന്നൊരു കണ്ടീഷൻ വരുന്നു. അപ്പോഴാണ് അവളുടെ മകൾ ജീവനോടെ ഉണ്ട്, താൻ അവളെ നേരിട്ട് കണ്ടു എന്ന് ഷാവു അവരോട് പറയുന്നത്. അവളിപ്പോൾ എവിടെയാണെന്ന് തനിക്ക് മാത്രമേ അറിയാവുള്ളൂ, അതുകൊണ്ട് തന്നെ ഉപദ്രവിക്കരുത്, മാത്രമല്ല തൻ്റെ ഫ്രണ്ട്സിനെ വിട്ടയക്കണം, എന്നാൽ മാത്രമേ അവൾ എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുള്ളൂ എന്ന് ഷാവു പറയുന്നുണ്ട്. പക്ഷേ അവളീ പറയുന്നത് അയാൾ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അവൾ വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ഫെയ്യു ഗാർഡ്സ് അയാളെ എതിർക്കാനായി തുടങ്ങുന്നുണ്ട്. കാര്യങ്ങളിങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അയാളുടെ ഭാര്യ ഇടപെട്ട് അയാളെ ശാന്തനാക്കുന്നു. തൽക്കാലത്തേക്ക് അവളെ വിശ്വസിക്കാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ മകളെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 3 ദിവസത്തെ സമയം അവർ ഷാവോയ്ക്ക് നൽകുന്നു. ആ 3 ദിവസത്തിനുള്ളിൽ അവൾക്ക് യുനിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ ദാലിയെയും ലൗലോയെയും കൊല്ലും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുവരെ അവരെ അവിടെ തടവിലാക്കാനും പറയുന്നു. അങ്ങനെ ദാലിയും ലൗലോയും മജിസ്ട്രേറ്റ് ഓഫീസിൽ തടവിലാവുന്നു. യുനിയെ അന്വേഷിച്ച് പോകുന്നതിന് മുമ്പ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഷാവോ മറക്കുന്നില്ല. ലൗലോയ്ക്ക് നല്ല വിശപ്പുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് നന്നായി ഫുഡ് കൊടുക്കണം. അതേപോലെ തന്നെ ദാലിക്ക് ഡെയിലി വെയിൽ കൊള്ളേണ്ട ആവശ്യമാണ്, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അവൾ ബിങ്ഷുവിനോട് പറയുന്നുണ്ട്. അവൻ കൂടെയുള്ളവർക്ക് അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു.